അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബാദത്ത്, ആരാധന അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ആരാധന എന്ന് പറയുന്നത് അഖ്സാ ഗായത്തിൽ ഖുളൂഇ വതദല്ലുൽ, അങ്ങനെയാണ് മഹാത്മാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അഖ്സാ ഗായത്തിൽ ഖുളൂഇ വതദല്ലുൽ എന്നതിൻ്റെ മാനദണ്ഡം പരമമായ വണക്കം, താഴ്മ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മാനദണ്ഡം ആരാധിക്കപ്പെടുന്ന വസ്തുവിൽ ദിവ്യത്വം കൽപ്പിക്കുക, അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണോ വസ്തുവാണോ എന്താവട്ടെ അതിൽ ദിവ്യത്വം കൽപ്പിക്കുക എന്നുള്ളതാണ് പരമമായ വണക്കത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. എന്നാൽ ബോധപൂർവം മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കണമെന്ന ശ്രമവുമായി കൊണ്ടുവരുന്ന ചില പുത്തൻവാദികൾ അതിനെ കൂട്ടിമാറ്റുകയും റഷീദ് റിള എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞുകൊടുത്ത മറഞ്ഞ വഴിയിലൂടെ ഗുണത്തെയും ദോഷത്തെയും പ്രതീക്ഷിക്കലാണ് ആരാധന എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പുത്തൻവാദികൾ ഇവിടെയുണ്ട്. റഷീദ് റിളയാണ് ആദ്യമായി ആ ഒരു വ്യാഖ്യാനം വിശദീകരിച്ചതെന്നും അതാണ് പിന്തുടരുന്നു എന്നത് അവർ തന്നെ എഴുതി വെച്ചതും നമുക്കറിയാം. എന്നാൽ ഈ ഒരു മാർഗത്തിലൂടെ നോക്കുമ്പോൾ മറഞ്ഞ വഴിയിലൂടെയുള്ള ഗുണവും ദോഷവും പ്രതീക്ഷിക്കലുമെല്ലാം ആരാധനയാണ് എന്ന് പറയുമ്പോൾ മന്ത്രിച്ചൂതൽ, മന്ത്രം എന്ന് പറയുന്നത് അത് ആരാധനയുടെ പരിധിയിൽ വരും. കാരണം പ്രത്യേകിച്ച് കാരണങ്ങൾ പ്രത്യക്ഷമായി അറിയാത്ത രീതിയിൽ ഒരാളുടെ അസുഖം മാറുക എന്നൊരു കാര്യം ഉണ്ടാകുന്നത് കൊണ്ട് അത് മറഞ്ഞ രീതിയിലുള്ള ഗുണം പ്രതീക്ഷിക്കലാണ്. അതുകൊണ്ട് മന്ത്രിച്ചൂതൽ അത് ആരാധനയ്ക്ക് വിരുദ്ധമാണ്, അത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലാണ് എന്നതാണ് ഇതിൽ നിന്ന് വരുന്നത്. ഈ കാര്യം അവർ തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ ഇരിവേറ്റിയുടെ പുസ്തകത്തിൽ അദ്ദേഹം അതിൻ്റെ 161 പേജിൽ പറയുന്നുണ്ട്, സിഹിർ, ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, നൂല്, മന്ത്രം, പിഞ്ഞാണമെഴുത്ത്, മന്ത്രിച്ചൂതിയ വെള്ളം, അങ്ങനെ തുറന്നു പറഞ്ഞ് അദ്ദേഹം പറയുന്നു എന്നിവ ചികിത്സാ രീതികളായി സ്വീകരിക്കുന്നത് ഷിർക്കൻ വിശ്വാസമാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഷിർക്കൻ വിശ്വാസമാണ്, അള്ളാഹു അല്ലാത്തവരുള്ള ആരാധനയാണ്, അതുകൊണ്ട് അത് ഷിർക്കായി മാറും എന്ന ആശയത്തിലേക്കാണ് അവർ വരുന്നത്. ഇതേ ആശയം തന്നെ അവർ വിചിന്തനം മാസിക 2021 നവംബർ 19 ഇറങ്ങിയ പുസ്തകത്തിൽ പേജ് നമ്പർ 16 കൃത്യമായി അവിടെയും അവർ പറയുന്നുണ്ട്, സഹാബികൾ ആരും ഏതെങ്കിലും മന്ത്രവാദിയുടെ അടുത്തുപോയി അവർ ജപിച്ചു നൽകിയ ചരടുകളോ തുപ്പിയ വെള്ളമോ മഷി കലക്കിയ വെള്ളമോ ഉപയോഗിച്ചിരുന്നില്ല. തൂക്കുന്ന അത്തരം നൂലുകളും ഉറുക്കുകളും എല്ലാം പൈശാചികമാണ് എന്നും പടച്ചവനെ പരമേൽപ്പിക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്നും അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടെല്ലാം ഇത് ഷിർക്കിന്റെ പരിധിയിൽ വരുന്നതാണ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ് എന്നാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ പ്രസിദ്ധീകരിച്ച, കേരളത്തിൽ ആദ്യകാലത്ത് തന്നെ മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച പുസ്തകം, ആ പുസ്തകത്തിന്റെ 10ാമത്തെ പേജിൽ അവരുടെ നേതാക്കന്മാരെങ്ങനെ പരിചയപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു നേതാവായി പരിചയപ്പെടുത്തുന്നത് ഇബ്നുൽ ഖയ്യിമിനെയാണ്. അവരതിന് കൃത്യമായി പറയുന്നത് കാണാം. ഈ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരു ആമുഖം എന്ന പുസ്തകം KNM മുജാഹിദ് സെന്റർ കോഴിക്കോട് പ്രസിദ്ധീകരിച്ചതാണ്. അതിന്റെ 10ാമത്തെ പേജിൽ അവർ പറയുന്നുണ്ട്, ഇബ്നുൽ ഖയ്യിം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അത്രയും വലിയ നേതാവാണ് ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ഷബാബ് 1992 സെപ്റ്റംബർ 25 ആ ഷബാബിലും അവർ പറയുന്നുണ്ട്, അന്ധതകൾക്കെതിരെ അടരാടിയ ഇബ്നുൽ ഖയ്യിം എന്നൊരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആത്മീയ ആചാര്യനും അവരുടെ പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനുമായി പരിചയപ്പെടുത്തുന്ന ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ സാദുൽ മആദ് ഫി ഹദി ഖൈറുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിന്റെ പല തലങ്ങളിൽ അദ്ദേഹം ഈ മന്ത്രത്തെക്കുറിച്ച് പറയുകയും അതിൻ്റെ തെളിവുകളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തന്നെ പരീക്ഷിച്ച ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വലഖദ് മർറ ബി വഖ്തുൻ ബി മക്കത സഖിംതു ഫീഹി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മക്കയിൽ അങ്ങോട്ട് അസുഖം വന്നെന്നും എനിക്ക് ഡോക്ടറോ മറ്റു ചികിത്സയൊന്നും ലഭിച്ചില്ല. ആ സമയത്ത് ഫകുന്തു അതആലജു ബിഹാ ആഖുദു ശുർബതൻ മിമ്മാ ഇസംസം എന്നൊക്കെ പറഞ്ഞ് തുടരുകയാണ്. ഞാൻ സംസം വെള്ളം എടുത്തുകൊണ്ട് അതിൽ ഊതിക്കൊണ്ട് ഫുമ്മ അശ്റുബഹു, ഞാനത് കുടിക്കും. ഫവജത്തു ബിദാലിക അൽ ബുർഅത്താമ, ഇത് മൂലം പൂർണ്ണമായ ശമനം എനിക്ക് ലഭിച്ചു എന്ന് ഇവരുടെ പതാകവാഹകൻ എന്ന് ഇവർ തന്നെ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു നിർത്തിയില്ല.
എൻ്റെ പല വിഷമഘട്ടങ്ങളിലും ഞാൻ പിന്നീട് ഇതിലാണ് അവലംബിച്ചത് എന്ന് ഇദ്ദേഹം പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് വല്ലാതെ ഞാൻ ഗുണം പ്രതീക്ഷിക്കുകയും ഗുണം എടുക്കുകയും ചെയ്തു എന്ന് ഇബ്നുൽ ഖയ്യിം പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇബ്നുൽ ഖയ്യിം എന്ന് പറയുന്ന ഇവരുടെ പതാകവാഹകൻ എന്ന് ഇവർ തന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി ഈ മറഞ്ഞവയിലൂടെ ഗുണം പ്രതീക്ഷിച്ചു എന്ന മൂലം അദ്ദേഹം അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു എന്ന പട്ടികയിൽ വരികയാണ്. ശിർക്കൻ വിശ്വാസത്തിന്റെ ആളായി മാറുകയാണ്. നമുക്കറിയാം വഹാബികളിൽ തന്നെ പെട്ട പല മറ്റു മൗലവിമാർ ഇതിനെ അംഗീകരിക്കുകയും അത് ചെയ്യുകയും ചെയ്തവരുണ്ട്. KM മൗലവി ഫത്വകൾ എന്ന് പറയുന്ന പുസ്തകം, യുവത പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അവർ KM മൗലവിയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ മന്ത്രത്തെക്കുറിച്ച്, മന്ത്രം ഉപയോഗിക്കുന്നതിന്റെ ശർഈയായ തെളിവുകളെ കുറിച്ച് സംസാരിക്കുന്നത്, സമർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വക്കം മൗലവി സ്ഥിരമായി മന്ത്രിച്ചൂതിരുന്ന ആളാണ് എന്ന കാര്യവും അവർ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. വക്കം മൗലവിയും നവോത്ഥാന നായകന്മാരും എന്ന പുസ്തകത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, കാലത്ത് 6:30 മണിയോടെ ശയ്യാമൊരു തുറന്ന് മൗലവി പുറത്തു വരും. അത് തുറന്നു വരികയാണ് എന്നിട്ട് പറയുകയാണ്, എല്ലാ ദിവസവും കാലത്ത് അദ്ദേഹത്തിനുള്ള പണി എന്തായിരുന്നു, അത് അവിടെ വരുന്ന ഓരോ അസുഖവും പല വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾക്ക് അതിരാവിലെ ശുദ്ധജലം ഗ്ലാസ്സിലെടുത്തുകൊണ്ട് ഊതിക്കൊടുക്കുക എന്നതായിരുന്നു അതിരാവിലെയുള്ള പ്രഭാതത്തിലുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന് കൃത്യമായി ഈ വക്കം മൗലവിയും നവോത്ഥാന നായകന്മാരും എന്ന പുസ്തകത്തിലും പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അവരുടെ മൗലവിമാർ തന്നെ പലരും ഇതിനെ 2 വിഭാഗമാണ് അവർക്കിടയിൽ. അതുകൊണ്ട് ഇവർ പറയുന്നത് ഇത്ര ഇസ്ലാമിക വിജ്ഞാനത്തെ വളരെ അടിസ്ഥാന പ്രധാനമായ പ്രമാണബദ്ധിതമായ വിഷയങ്ങളെ ഷിർക്കിന്റെ പട്ടികയിലേക്ക് മാറ്റുകയും ഒരു മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളെ ഷിർക്കിന്റെ ആളുകളാക്കിക്കൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിൽ മന്ത്രിക്കാൻ പറഞ്ഞ് ഇസ്തർഖു എന്ന് മന്ത്രിക്കാൻ പറഞ്ഞ ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് മന്ത്രി ചൂതിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. വഫാത്തിന്റെ അവസാനത്തെ നിമിഷം സ്വന്തം മന്ത്രി ചൂതാൻ കഴിയാത്തത് കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ട് മന്ത്രി ചൂതിപ്പിച്ച സംഭവം ചരിത്രത്തിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകൾ ഇത്തരം സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പച്ചയായി അതിനെയെല്ലാം കണ്ണടച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന, അതല്ല സ്വഹാബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള മുസ്ലിമീങ്ങൾ എല്ലാവരും കാലാകാലങ്ങളായി ചെയ്തു വന്നിരുന്ന മന്ത്രി ചൂതുക എന്ന് പറയുന്ന ഈ ഒരു പ്രവൃത്തിയെ അവർ ഷിർക്കായി പ്രചരിപ്പിക്കുകയും തെറ്റായ വ്യാഖ്യാനങ്ങളുടെ ആരാധന എന്ന അർത്ഥത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും മറഞ്ഞ വഴിയിലൂടെയുള്ള എല്ലാ ദോഷങ്ങൾ പ്രതീക്ഷിക്കലെല്ലാം അതെല്ലാം ആരാധനയാണ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ്, ഷിർക്കിന്റെ വഴിയിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇത് മുസ്ലിം ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.